ഇത്തിരി മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഞാനൊന്നും അല്ലെന്ന്. ഞാനൊന്നും അല്ല എന്നല്ല, 73ാമത്തെ വയസ്സിൽ ഇതൊക്കെ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും അല്ലെന്ന് പറയുന്നത്. ഈ A2Z എന്ന് പറയുന്ന സ്ഥാപനത്തില് ഒരുപാട് അധ്യാപകർ അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ പഠിപ്പിച്ച് പോയിട്ടുണ്ടാവും. അവരൊക്കെ ഇന്നും അമ്മയായിട്ട് കണക്ഷൻ ഉണ്ടോ? അവരൊക്കെ കുറെ പേരെല്ലാം കണക്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ്. ഒരാളുടെ കാര്യം കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ കാര്യം അന്വേഷിക്കാനുള്ള സമയമില്ല. എന്നാലും സമയം കിട്ടുമ്പോൾ പലരും അത് അന്വേഷിക്കും. ഓരോരുത്തരും അല്ല കല്യാണം അല്ലെങ്കിൽ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവർ കാണും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ അന്വേഷിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ മൂന്നാർ ഇവിടെ അടുത്തുള്ള ഒരു ഡ്രൈവർ പോയപ്പോൾ അയാളുടെ കയ്യിൽ എനിക്ക് ഏലക്ക കൊടുത്തു. അപ്പോൾ അങ്ങനെ പലർക്കും കാണണമെന്ന് ഒക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വരാൻ സാധിക്കാതെയൊക്കെ വരും. ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരുടെയും ജീവിതത്തെ കുറിച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ധാരാളം ആൾക്കാർ പോയവർ തിരിച്ചു വന്ന് വർത്തമാനം പറയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് എവിടെയൊക്കെയോ മണിയമ്മയുടെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കഥ കേട്ടിരുന്നു ഞാൻ. അതായത് ഒരു പെൺകുട്ടി ആൺവേഷം കെട്ടി നടന്നിരുന്ന ഒരു പെൺകുട്ടീനെ ഇവിടെ കൊണ്ടുവരികയും അത് ഭാവിയിൽ A2Z ടീച്ചർ ആവുകയൊക്കെ ചെയ്തത്. അതെന്താണ് ആ കഥ? അതൊരു കോൺവെന്റിൽ ഇത് ഏതോ ഹോട്ടലിൽ അങ്ങോട്ട് വെച്ച് പിടിച്ച് അപ്പോഴാണ് അറിയണത് ഇത് പെൺകുട്ടിയാണ്. പക്ഷെ ആൺകുട്ടിയായിട്ട് അഭിനയിച്ചാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. ഏതോ ആൾക്കാർക്ക് സംശയം തോന്നി ഇത് പെണ്ണാണെന്ന് പറഞ്ഞ് പിടിച്ചപ്പോ പിന്നെ അവിടെ പെണ്ണായിട്ട് അവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഏതോ കോൺവെന്റിലാക്കി. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ക്രൈസിസ് ആയിട്ട് പോകുന്നതായിരിക്കാം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണ് അതിനെ കൊണ്ടുവന്ന് ഇവിടെ പെൺകുട്ടികളാണ് അന്നേരം കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു ജോലിക്ക്. ആ കൂട്ടത്തിൽ അതിനെ ആക്കി. സേഫ്റ്റിക്ക് വേണ്ടി കത്തിയൊക്കെ വെച്ചിട്ട് ഇത്തിരി റൂഷ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധൈര്യം വരാൻ വേണ്ടിയിട്ടായിരുന്നു. സാഹചര്യം കൊണ്ട് എത്തിച്ചതാണ്. പക്ഷെ പിന്നെ അത് ഇവിടെ നിന്ന് അത് നന്നായിട്ട് പഠിച്ച് പിന്നെ ഇപ്പൊ നാട്ടിൽ പോയി കണ്ണൂരാ അവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ തുടങ്ങി. ഇന്നാളും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മകനും മകളും. മകള് നല്ല ഡാൻസറാണ്. മകൻ ഇപ്പൊ പുറത്ത് ജോലിക്ക് പോയി. അപ്പൊ എന്നോട് പറഞ്ഞ് കല്യാണം ആകുമ്പോ ഞാൻ മണിയമ്മയെ വിളിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫോൺ നമ്പറും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഡ്രൈവിംഗ് സ്കൂൾ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് പറ്റണില്ല അണിയമ്മ. അതുകൊണ്ട് അത് ഞാൻ നിർത്തും. പക്ഷെ ഇപ്പൊ എനിക്ക് ജീവിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ആ വ്യക്തിയും ഇന്ന് സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു. തീർച്ചയായിട്ടും. അമ്മ ഇനി എന്താണ് അമ്മയുടെ അടുത്ത പ്ലാൻ? ഇനി ലൈസൻസ് എടുക്കാൻ, അതായത് പൈലറ്റ് ലൈസൻസ് അങ്ങനെ എടുക്കാൻ ആഗ്രഹമുണ്ടോ ഈ ഏജില്? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മരിക്കണത് വരെ അല്ലെങ്കിൽ കിടപ്പിലാകണത് വരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ നല്ല ചിന്ത. ഒട്ടും അടങ്ങിയിരിക്കാനും എനിക്ക് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ എന്താണ് പറ്റണത്, അല്ലാതെ ഇപ്പോൾ പണ്ട് ചെയ്തിരുന്ന പോലെ ഇപ്പം ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂല. അപ്പം എന്താണെങ്കിലും ആക്റ്റീവായിട്ടിരിക്കുക.